ഇതുപോലത്തെ വേണ്ടാത്ത മരുന്നിൻ്റെ ബോക്സ് വെച്ചിട്ട് നമുക്കിതുപോലെ അടിപൊളിയായിട്ടൊരു ക്രിസ്മസ് ഹൗസ് ചെയ്താലോ? ഒരു ബോക്സ് എടുത്ത് സൈഡിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് എടുക്കണം. കുപ്പിയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ബോർഡ് കിട്ടില്ലേ, അതാണ് ഞാൻ ഈ വീടിൻ്റെ മേൽക്കൂരയായിട്ട് വെച്ച് കൊടുക്കും. നമ്മൾ വിൻഡോസും ഡോർസും കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഹൗസിൽ ഒരു വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചിട്ട് അത് ഡ്രൈ ചെയ്യാൻ പറ്റും. കുറച്ച് ദിവസം മുന്നേ ഞാൻ കുറച്ച് കുഞ്ഞു വീട് കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇനി കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി വൈറ്റ് കളർ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റെഡും ഗ്രീനും വൈറ്റും കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മേൽക്കൂരയ്ക്കും കളർ അടിച്ച് കുറച്ച് ഡോറും വിൻഡോസും വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് കളർ ഹൗസിന് ഞാൻ വിൻഡോസിന് റെഡ് കളറാണ് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ കുറച്ച് സ്ട്രോ എടുത്തതിന് ശേഷം വീടിൻ്റെ മേൽക്കൂരയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ഇതുപോലെ നമ്മൾ താഴെ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ വലിയ ഹൗസിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. അതൊന്നേ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അളവെടുത്ത് ഒന്നുകൂടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡോസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ഈ ടൈമിൽ നമ്മൾ നേരത്തെ അടിച്ച വൈറ്റ് കളർ ഡ്രൈ ആയിട്ടുണ്ടാകും ഹൗസിൽ, അതിൽ റെഡ് കളറിലൂടെ അടിച്ചു കൊടുക്കുക. ഒരു ഹൗസിന് ഞാൻ വൈറ്റ് കളർ തന്നെയാണ് വീണ്ടും അടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് കളർ ഹൗസിന് റെഡ് കളർ മേൽക്കൂരയായിരിക്കും ചെയ്യുന്നത്. പിന്നെ വിൻഡോസും ഡോസും ഒക്കെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ 2 വീടും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സംഭവം ഈ ഹൗസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.